ആർബിട്രേഷൻ നോട്ടീസ് അവഗണിക്കരുത്. ശരിയായ രീതിയിൽ നേരിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് വൻ ബാധ്യത. എന്താണ് ആർബിട്രേഷൻ? രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ ആ തർക്കം കോടതിക്ക് പകരം കക്ഷികൾ പരസ്പരം സമ്മതിക്കുന്ന മറ്റൊരു വ്യക്തി തീർപ്പാക്കുന്ന സംവിധാനമാണ് ആർബിട്രേഷൻ. ലോൺ എടുത്ത വ്യക്തിയും ധനകാര്യ സ്ഥാപനവും തമ്മിലുള്ള ബന്ധം ലോൺ എഗ്രീമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആയതുകൊണ്ട് ലോണുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും ആർബിട്രേഷൻ വഴി തീർക്കാനാവുന്നതാണ്. തർക്കം തീർക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയെയാണ് ആർബിട്രേറ്റർ എന്ന് വിളിക്കുന്നത്. ആർബിട്രേറ്റർ കോടതി അല്ല എന്ന കാരണത്താൽ മാത്രം ആർബിട്രേഷൻ നടപടികൾ ചെറുതായി കാണരുത്. ആർബിട്രേഷൻ നടപടികൾക്ക് അവസാനം ആർബിട്രേറ്റർ പുറപ്പെടുവിക്കുന്ന അവാർഡിന് സിവിൽ കോടതി പുറപ്പെടുവിക്കുന്ന വിധി ന്യായത്തിന്റെ അതേ മൂല്യം ഉള്ളതാണ് എന്ന് മാത്രമല്ല ഈ അവാർഡ് കോടതി വഴി നടപ്പിലാക്കാനാവുന്നതുമാണ്. ആർബിട്രേഷൻ നോട്ടീസ് കിട്ടിയാൽ എന്ത് ചെയ്യണം? ആർബിട്രേഷൻ നോട്ടീസ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഈ നോട്ടീസ് അനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഒരു വക്കീൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ആർബിട്രേറ്ററുടെ മുമ്പിൽ ഹാജരാവുക എന്നതാണ്. അതിനുശേഷം ആർബിട്രേറ്റർക്ക് കേസ് നൽകിയ ധനകാര്യ സ്ഥാപനവുമായുള്ള ആർബിട്രേറ്ററുടെ ബന്ധം എന്ത് എന്ന് കാണിക്കുന്ന വിശദമായ മറ്റൊരു നോട്ടീസ് ആർബിട്രേറ്ററിൽ നിന്നും ആവശ്യപ്പെടാം. ആ നോട്ടീസ് ലഭിക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ നോട്ടീസ് ലഭിച്ചില്ലെങ്കിൽ ഉടനെ കോടതിയെ സമീപിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ലഭിച്ച നോട്ടീസ് പ്രകാരം ആർബിട്രേറ്ററും ധനകാര്യ സ്ഥാപനവും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ട് എന്ന് കണ്ടാൽ ആ ആർബിട്രേറ്ററുടെ മുമ്പിലുള്ള നടപടികൾക്ക് നിങ്ങൾക്ക് സമ്മതമല്ല എന്ന് ആർബിട്രേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ആർബിട്രേഷൻ നടപടികൾ തുടർന്ന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മുൻപറഞ്ഞ നടപടികൾക്ക് ശേഷവും ആർബിട്രേഷൻ നടപടികൾ തുടരുകയാണെങ്കിൽ കോടതിയിലെ നടപടികളെ പോലെ തന്നെ ഗൗരവപരമായി കാണേണ്ടതാണ്. ആർബിട്രേഷന് കാരണമായ പരാതിക്ക് മറുപടി നൽകണം. ഹർജിക്കാരൻ ഹാജരാക്കുന്ന തെളിവുകൾ ചോദ്യം ചെയ്യണം. ധനകാര്യ ഇടപാടുകൾ ആണെങ്കിൽ പലിശ കണക്ക് കൂട്ടിയിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണം. തിരിച്ചടവുകൾ കൃത്യമായി ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും ആർബിട്രേറ്ററെ നിയോഗിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവാർഡിൽ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാവും തിരിച്ചടക്കാൻ ഉള്ള തുക കൂട്ടിച്ചേർക്കുക. അവാർഡ് വന്നതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സമ്മതമില്ലാത്ത ഒരു അവാർഡ് ആണ് ആർബിട്രേറ്റർ പുറപ്പെടുവിച്ചത് എങ്കിൽ ആ അവാർഡ് നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. ഓർക്കുക, ഒരു അവാർഡിന്റെ കോപ്പി ലഭിച്ച ദിവസം മുതൽ 3 മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്തിരിക്കണം. ഒരു അവാർഡ് ചോദ്യം ചെയ്യുന്നതിന് വളരെ പരിമിതമായ കാരണങ്ങൾ മാത്രമാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ ആണ് ആർബിട്രേറ്ററായി നിയമിക്കുന്നത്. ഇപ്രകാരമുള്ള നിയമനം നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഈ കാര്യം അവാർഡ് വന്നതിന് ശേഷവും കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. ദി ലോ സെയ്സ് ഒരു നിയമോപദേശക സ്ഥാപനമാണ്. ഞങ്ങളുടെ ലോഗോ സൂചിപ്പിക്കുന്നത് പോലെ നിയമപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്താണ്. നിയമപരമായ എല്ലാ സഹായങ്ങൾക്കും ഉപദേശത്തിനുമായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. Thank you for watching this video. Your friend-in-law will come back with another interesting video. Till then, stay tuned.